കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ്.എഫ്.ഐ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് നേരെ കെ.എസ്.യു നടത്തിയ ആക്രമണത്തിൽ എസ്.എഫ്.ഐ സംസ്ഥാന വ്യാപകമായി മാർച്ച് നടത്തി. കോട്ടയത്ത് എസ്.പി ഓഫീസിലേക്ക് എസ്.എഫ്.ഐ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം രാഹുൽ രാജൻ ഉദ്ഘാടനം ചെയ്തു. വളരെ ജനാധിപത്യപരമായി ഒരു ക്യാമ്പസിനകത്തെ അല്ലെങ്കിൽ ഒരു സർവകലാശാലയ്ക്കകത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ 37 സീറ്റിൽ 35 സീറ്റും എസ്.എഫ്.ഐ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത് ഒട്ടും സഹിക്കവയ്യാതെ അതിന്റെ ആഹ്ലാദ പ്രകടനത്തിലേക്ക് അതിലെ പേപ്പട്ടിയെ പോലെ കടന്നു വന്ന് കെ.എസ്.യുവിന്റെ ഗുണ്ടാ സംഘം ആക്രമിക്കുന്ന നിലയുണ്ടായി. നിരവധിയായിട്ടുള്ള എസ്.എഫ്.ഐയുടെ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായി. നിലവിൽ നമ്മുടെ എസ്.എഫ്.ഐയുടെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായി. ആ നിലയിലേക്കാണ് അവിടുത്തെ കെ.എസ്.യു ആ വിജയത്തിന്റെ മുഴുവൻ പകിട്ടും കളയാൻ വേണ്ടിയിട്ട് അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ ആ അക്രമത്തിലേക്ക് തിരിക്കുവാൻ വേണ്ടിയിട്ടാണ് കെ.എസ്.യു ശ്രമിച്ചിട്ടുള്ളത്. ആ കെ.എസ്.യു ശ്രമിച്ചപ്പോൾ നിലവില് രമേശ് ചെന്നിത്തലയുടെ പോലീസ് ചെയ്ത എന്താ, ആ കെ.എസ്.യുവിന് കൊട പിടിച്ചുകൊണ്ട് ആ കെ.എസ്.യുക്കാരെ സംരക്ഷി നിർത്തിക്കൊണ്ട് അവിടെ വന്നിട്ടുള്ള മുഴുവൻ എസ്.എഫ്.ഐയുടെ സഹാക്കളെയും അടിച്ച് പരിക്കേൽപ്പിക്കുന്ന നിലയിലേക്ക് പോലീസ് മാറി. ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.